നിയമസഭാ നിറയെ ഇപ്പോഴും എഴുത്തുകാരും വായനക്കാരുമാണ്. എല്ലാവരും പുസ്തകങ്ങളോട് അഭിനിവേശമുള്ളവരാണ്. പുസ്തകോത്സവം തുടങ്ങിയതിൽ പിന്നെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസ് സെക്രട്ടറി ഇ.കെ. മുഷ്താഖും തിരക്കിലാണ്. നിയമസഭാ പുസ്തകോത്സവം ജനപങ്കാളിത്തത്തോടെ മുന്നേറുന്നു. തിരക്ക് പിടിച്ച സമയം. വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള ഓട്ടത്തിലാണ് സ്പീക്കറുടെ പ്രസ് സെക്രട്ടറി മുഷ്താഖ്. അതിനിടയിൽ പരിചയമുള്ളവരോടൊക്കെ കുശലം ചോദിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഓടുന്നതിനിടയിൽ മാതൃഭൂമി ബുക്സിന്റെ സ്റ്റോളിൽ ഒന്ന് കയറി. പ്രിയപ്പെട്ടൊരു പുസ്തകം തിരയുകയാണ്. തന്റെ അച്ഛനെക്കുറിച്ച് സ്വന്തമായി എഴുതിയ പുസ്തകം. സ്വാതന്ത്ര്യ സമര സേനാനിയും EMS മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയും MP-യുമായിരുന്ന ഇ.കെ. ഇമ്പിച്ചിബാവയെ കുറിച്ച് കടൽ പോലൊരാൾ. ഇമ്പിച്ചിബാവയുടെ മകനാണ് ഞാൻ. എന്നിരുന്നാൽ തന്നെയും ഒരു അച്ഛനെ കുറിച്ചുള്ള ഒരു മകന്റെ ഓർമ്മക്കുറിപ്പല്ല ഈ പുസ്തകം. ഇത് AKGയെ കുറിച്ചോ EMSനെ കുറിച്ചോ ഒരു പുസ്തകം ഞാൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുമോ അതേ തലത്തിൽ അതേ നിന്നുകൊണ്ട് മാത്രമാണ് ഈ പുസ്തകം ഞാൻ ഒരുക്കിയിട്ടുള്ളത്. സത്യസന്ധമായ ചരിത്രം ജനത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇതുപോലെ മഹാനായൊരു മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയും പറ്റുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് കടൽ പോലൊരാൾ ഒരുക്കിയത്. പുസ്തകോത്സവ വേദിയിൽ വെച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുൻ MBA വിജയരാഘവന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെ വായിക്കേണ്ട പുസ്തകമാണിതെന്ന് മുഷ്താഖ് പറയുന്നു. ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം എന്തെന്നാൽ ഇപ്പോൾ ചരിത്രം ഒന്നുകിൽ തിരുത്തി കുറിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചരിത്രം മറച്ചു വെക്കപ്പെടുകയോ അറിയുന്ന ചരിത്രം തന്നെ പലരും പറയാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിൽ കേരളത്തിലുണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ സംഭവം എന്തെന്ന് ചരിത്രം എന്തെന്ന് സത്യസന്ധമായി വെളിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുസ്തകം ഒരുക്കിയിട്ടുള്ളത്. ഇത് ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടിൽ ആണ് ഒരുക്കിയിട്ടുള്ളതെങ്കിലും ഒരു സിനിമാ കഥ വായിക്കുന്നത് പോലെ വളരെ രസകരമായി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് കിട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 100% സത്യസന്ധമായ ഡാറ്റകൾ മാത്രം വെച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പുസ്തകം പരിചയപ്പെടുത്തി ശേഷം എഴുത്തുകാരനിൽ നിന്ന് പ്രസ് സെക്രട്ടറിയുടെ തിരക്കിലേക്ക്. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.